പിണറായി സർക്കാരിന്റെ കാലത്ത് രാജാതിരാജനായി വാണുകൊണ്ടിരുന്ന എം.ആർ. അജിത് കുമാർ എന്ന ADGPക്ക് കഷ്ടകാലത്തിന്റെ തുടക്കമായിരിക്കും. അത് എപ്പോഴും അങ്ങനെയാണല്ലോ, കർമ്മഫലം ഉണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും തണലിൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തിരിച്ച് കറങ്ങി വരും. കാലചക്രം അങ്ങനെയാണല്ലോ, ഇങ്ങനെ കറങ്ങി വരുന്നതാണല്ലോ. തിരിച്ച് വരുമ്പോൾ ശരിയായിക്കൊള്ളും. എന്തുമാത്രം ധൈര്യമാണ് ഇയാൾക്കുണ്ടായിരുന്നു നോക്ക്. ഇയാൾക്ക് പിണറായി വിജയന്റെ മേലും അന്നത്തെ ഭരണകൂടത്തിന് മേലും ശക്തമായ സ്വാധീനവും ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞ് ഭരിച്ചിരുന്ന ഒരാളാണ് ഈ അജിത് കുമാർ. അതെ, ഈ കുറച്ചാൾ മുമ്പ് ഒരാളിനെ യാർച്ചയിൽ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കഥയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ ഇതിനേക്കാളും വലിയ എന്താണ് കൊല്ലിനും കൊലയ്ക്കും അധികാരം ഉണ്ടായിരുന്ന ഒരു പോലീസ് മേധാവിയുടെ ഡ്രൈവറായിരുന്ന ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു. അപ്പം ഈ ആ പോലീസ് മേധാവിയുടെ ഡ്രൈവർ എന്നുള്ള ഇദ്ദേഹം മോശക്കാരനായില്ല. ഇദ്ദേഹത്തിൻ്റെ വിളയാട്ടം നാട്ടുകാരെ നേരെ തുറന്നിരുന്നു. അങ്ങനെ 77 ഇലക്ഷൻ വന്നു. ദേശീയ തലത്തിൽ എല്ലാവരും തോറ്റു. കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടെന്ന് ആകെ പ്രശ്നമായി. ഈ പോലീസ് സസ്പെൻഷനിലും അദ്ദേഹം നാടുകളിൽ നടക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ബന്ധു പിന്നെ റിട്ടയർ ചെയ്തു. അടുത്ത ദിവസം റോഡിലിട്ടടിച്ചു എന്ന് പറഞ്ഞു കുറേ നാട്ടുകാർ. അടിയെന്ന് പറഞ്ഞാൽ അയാളെ ഭാര്യയുടെ വരുന്ന ഭാര്യ പേടിച്ച് വിളിച്ച് അത് വീട്ടിൽ കയറി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. നാട്ടുകാരാണ്, അല്ല രാഷ്ട്രീയക്കാരൊന്നുമല്ല. അടിച്ച് നിരപ്പാക്കിയെന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ ഇത് ഈ നമ്മുടെ നാട്ടിൽ പല ഉന്നതന്മാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നാട്ടുകാർ കൈവയ്ക്കുന്ന തരത്തിലേക്ക് എത്തും. ഈ അന്നന്ന് ഭരിക്കുന്നവന് വേണ്ടിയേ ഭരണം അനുസരിക്കേണ്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ. പക്ഷേ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടി കൂട്ടിക്കാത്ത എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്, എത്ര പേരുണ്ട്. ഇന്നലെ ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിരുന്നു ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം. അതായത് യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോഴത്തെ MLA AD തോമസിന്റെയും അതുപോലെ അജയ് കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, ഈ രണ്ട് ചെറുപ്പക്കാരെ വളഞ്ഞു വെച്ച് തലയടിച്ച് കീറിയ ഗൺമാന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി അന്ന് ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോണിന്റെ ഇന്നലെ ഞങ്ങൾ ഈ റിപ്പോർട്ട് കൊടുത്തപ്പോൾ മെറിൻ എന്ന് പറഞ്ഞുപോയി. അത് അല്ല, ചൈത്ര തെരേസയാണ്. നമുക്ക് ഇവരെ രണ്ടുപേരെയും പേര് തമ്മിൽ മാറിപ്പോയതാണ്. അപ്പം ചൈത്ര തെരേസ ജോൺ കൊടുത്ത റിപ്പോർട്ട് ഈ ADGP ആയിട്ടുള്ള M.R. അജിത് കുമാർ കീറിക്കളഞ്ഞു. സ്ഥിരം പരിപാടിയാണ് അത്രേ. കളഞ്ഞതിന് ശേഷം അവിടുത്തെ DYSP വിളിച്ചു വരുത്തി ഇയാൾ വ്യാജ റിപ്പോർട്ടുണ്ടാക്കി. ഈ കോടതിയുടെ മുന്നിൽ തെളിവായിട്ട് കാണിക്കേണ്ട വീഡിയോസ് ഇവർ ഹാജരാക്കിയില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നുള്ളത് പറഞ്ഞു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കാര്യം അത് ഇന്നലത്തെ സംഭവം. അപ്പോൾ ഇന്നലെ SIT ഇത് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് 2 പേരല്ല, ശരിക്കും 6 പേരുണ്ട് ഉണ്ടായിരുന്നു. അതിൽ 4 പേര് നേരിട്ട് തല്ലിൽ പങ്കെടുത്തവരാണ്. ഈ പറയുന്ന എന്താണ് പേര്, അനിൽകുമാറും വേറെ ഒരാളുടെ പേര് പ്രശാന്ത് എന്നാണ്. അതും ഇവർ 2 പേരും. അത് കൂടാതെ വേറെ 4 പേരുണ്ട്. അതിൽ ഈ 6 പേരുണ്ട്. വേറെ 4 പേരും, അങ്ങനെ മൊത്തം 6 പേര്. അതിൽ ഈ 4 പേരാണ് അവരെ ക്രൂരമായി മർദ്ദിച്ചത്. അതും ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ. ഈ പിള്ളേർ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത ഒരാളിനെ പിന്നെ മർദ്ദിക്കുക എന്ന് പറയുന്നത് കടുത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അത് ആരെങ്കിലും കേസെടുക്കും. അത് മർദ്ദിക്കുന്നതും അതിരൂക്ഷമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഇവർക്ക് എന്തോ യുവമാരെ അറിഞ്ഞേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ADGPയുടെ ശശിയുടെയും നിർദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം. അല്ല ചുമ്മാ ഇവർ കയറി അടിക്കുക. വീഡിയോ എടുത്ത് യവമാർക്ക് അയച്ചു കൊടുത്ത് കാണും, ഞങ്ങളുടെ കൃത്യം നിറവേറ്റിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാനായിരിക്കും. SIT ഇവരുടെ മൊഴി എടുക്കുമ്പോഴാണ് ആലപ്പുഴ DYSP ആയിരുന്ന സുനിൽ രാജും അതുപോലെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരും അതുപോലെ ജയ്ഹിന്ദ് TVയുടെ ക്യാമറമാനായിട്ടുള്ള ജോജി ഇവരെല്ലാവരും കൊടുത്ത മൊഴി പ്രകാരം വെച്ച് നോക്കുമ്പോൾ യവന്മാർ കാണിച്ചത് അഹങ്കാരവും ശുദ്ധ ചെറ്റത്തരവും, പിണറായി വിജയന്റെ ഭാഷ കാണിച്ചത്. അത് മനുഷ്യാവകാശ ലംഘനം, കടുത്ത മനുഷ്യാവകാശം. ഒരു പോലീസ് ചട്ടത്തിലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധം ഇവന്മാരെ പണി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഈ പോലീസുകാർ കൊടുത്ത മൊഴിയിലാണ് അറിയുന്നത്. ഈ DYSP പറയാണ് എല്ലാവരും കൈയൊഴിഞ്ഞു, ഭരണം മാറിയില്ല, ഇനി ADGPയെ പേടിക്കേണ്ട കാര്യമില്ല. അവരവിടെ ചെന്നുള്ള കാര്യം പറഞ്ഞു. കാരണം ഇയാൾ വിളിച്ചു ഞങ്ങളെ കൊണ്ട് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചു, അങ്ങനെ ചവറ്റുകുട്ടയിൽ വിട്ടു. അത് ഇന്നലെ അങ്ങനെ വന്നു. ഒരു വലിയ കാരണം എല്ലാവർക്കും അറിയാം. നമുക്കിപ്പം ഇത് പുതിയൊരു വാർത്തയൊന്നുമില്ല. നമ്മൾ മറുനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ADGP M.R. അജിത് കുമാറിന്റെ ലീലാവിലാസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള ഈ സ്റ്റുഡിയോ ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ടാണ് ഒരു മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ മലയാളി. എന്നിട്ട് ADGP അജിത് കുമാർ മറുനാടനെ തൊട്ടെങ്കിൽ ADGP ആണ് തെറിച്ചത്. മറുനാടൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നുള്ളത്. പക്ഷെ ഇനി അയാൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ADGP ആയിരുന്ന ഈ P. വിജയനെ കൊടുക്കാൻ വേണ്ടി ഈ അജിത് കുമാർ കളിച്ച
നാറിയ കളികളെക്കുറിച്ചുള്ള വാർത്ത. ട്രെയിനിലെ സംഭവം, അതായത് അവിടുത്തെ ട്രെയിൻ സ്ഫോടനം, അതെ, സ്ഫോടനത്തിലെ പ്രതികളെ കൊണ്ടുവരുന്ന വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന് പറഞ്ഞിട്ടാണ് ഈ ADGPയെ സസ്പെൻഡ് ചെയ്തത്. അത് എന്താണ്, പി വിജയന് അക്കാര്യത്തിൽ പങ്കില്ല, മാധ്യമങ്ങൾക്ക് വാർത്ത ചോർന്ന് കിട്ടിയതിൽ പി വിജയന് പങ്കില്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ടും ഇയാൾ കീറിക്കളഞ്ഞു. എന്നിട്ട് വേറെ റിപ്പോർട്ട് കൊടുത്തു. ആ സംഭവം ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായി മാധ്യമപ്രവർത്തകരുടെ ഫോണും മറ്റു ഉപകരണങ്ങളും പിടികൂടുന്നത് ഈ കേസിലാണ്. ഇതിന്റെ പിന്നാലെ പോകുന്നത്. അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടറായിട്ടൊരു പെങ്കൊച്ചിനെ, അല്ല അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലെ ഒരു പെങ്കൊച്ചിനെ KSUക്കാരെ എന്തോ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊച്ചിനെ പ്രതിയാക്കി കേസ് കൊച്ചിയിൽ അഖില നന്ദകുമാർ. അപ്പോൾ ഇവരുടെയൊക്കെ പിടിച്ചു കഴിയുമ്പോഴാണ് എൻ്റെ ഫോൺ എടുക്കുന്നത്. മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഷാജൻ സ്കറിയയുടെ സുഹൃത്താണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഫോൺ എടുക്കും. അവിടെ തൊട്ടാണ് തിരിച്ചടി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എന്തിന് ഫോൺ പിടിച്ചു എന്നുള്ള ചോദ്യം വന്നു. അന്നേരമാണ് ഈ മാതൃഭൂമിക്കാർക്ക് നേരം വിളിക്കുന്നത്. അവർ അപ്പോഴാണ് ഈ കോടതി അങ്ങനെ പോയി. പക്ഷേ അവരുടെ ഫോൺ നിരുപാധികം വിട്ടുകൊടുത്തില്ല, എൻ്റെ ഫോൺ നിരുപാധികം വിട്ടു തന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേസിൽ പ്രതിയോ ഇതുമായിട്ട് എനിക്കൊരു ബന്ധമോ അല്ലെങ്കിൽ തന്നെ ഇത് കള്ളക്കേസാണ്, അതിനകത്തൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ അന്ന് തൊട്ടാണ് തിരിച്ചടി തുടങ്ങുന്നത്. പിന്നെ പുറകെ നമ്മുടെ ചീഫ് എഡിറ്റർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തതോടെ ഇവർ പൊളിയാൻ തുടങ്ങി ഒരു സൈഡിൽ കൂടെ. നമ്മളെ കയറി തൊട്ടു, നമ്മളെ കുറെ ബുദ്ധിമുട്ടിക്കാൻ ഇവർക്ക് കഴിയും. അത് ചെയ്തു. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇയാൾക്കിപ്പോൾ തിരിച്ചടിയുടെ ഒരു കാലം അന്നേ തുടങ്ങി. അതിനിടയിലാണ് ഇയാൾ തലയിൽ മുണ്ടുവിട്ട് ശബരിമല കയറിപ്പോയത്, ട്രാക്ടറിൽ കയറിപ്പോയി. ഈ ട്രാക്ടറിൽ കയറിപ്പോയതിൻ്റെ ആദ്യം കയറിപ്പോയി എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും വാർത്ത കൊടുത്തതിന് പിന്നാലെ ഏതോ ഒരു ചാനലിൽ ഇയാൾ കയറിപ്പോകുന്ന CCTV ദൃശ്യം. പിന്നീട് ഇയാൾ അതിനുവേണ്ടി തിരക്കാൻ തുടങ്ങി. ഇയാൾ തിരക്കിയിട്ട് എനിക്കറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇയാൾ അതിനകത്ത് കണ്ടെത്തി. ഇയാളാണ്. അപ്പം ADGP അല്ല, ഇയാൾക്ക് പദവിയില്ല, പത്രാസും ഇല്ല. പക്ഷേ അപ്പോഴും ഇയാളാണ് പോലീസ് നിയന്ത്രിച്ചത്. പറഞ്ഞാൽ പോരെ. അങ്ങനെ ആ ഉദ്യോഗസ്ഥനിട്ട് പണിയാൻ വേണ്ടി ആവുന്നത് നോക്കി. അവസാനം അദ്ദേഹത്തെ അവിടുന്ന്, പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ അവിടുന്ന് സ്ഥലം മാറ്റിയിട്ട് ഇദ്ദേഹത്തെ ദ്രോഹിക്കാൻ ഇവരാവുന്നത് ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ എന്താണ് സംഭവം? സത്യത്തിൽ ആ ഉദ്യോഗസ്ഥനല്ല ഈ ഫോട്ടോസ് കൊടുത്തത്. അദ്ദേഹത്തിന് ഈ ഫോട്ടോയുമായിട്ടോ ഈ വീഡിയോയുമായിട്ടോ ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഇത് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തു നിന്നാണ് ഈ ചോർന്നു പോയത്. അതിനെ ഒരു ചോർച്ചയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയും പമ്പയും എല്ലാം അണ്ടർ സർവൈലൻസ് ആണ്, ക്യാമറ സർവൈലൻസ്. അവിടെ നിന്നുള്ള ഇത് ശരിക്കും ഏറ്റെടുത്തത് ആരാണെന്ന് അറിയാമോ? ഈ സംഭവം ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തത്. ജഡ്ജാണല്ലോ. അതെ, ജഡ്ജാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ വിഷ്വൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ വിഷ്വൽ വരുന്നതിന് മുമ്പ് പല ആൾക്കാരുടെയും കയ്യിൽ പോയി കാണും. അല്ല, മാത്രമല്ല അദ്ദേഹം ദേവസ്വം കമ്മീഷണർ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ച ഒരാളാണ്. അദ്ദേഹം തന്നെയാണ് ശബരിമല നടന്ന ഈ തട്ടിപ്പുകൾ മുഴുവൻ പുറത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ തന്നെയാണ് അതിന്റെ കാരണമായി മാറിയത്. അത് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. ഇയാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP അല്ല, ഇയാൾക്ക് ശാരീരിക അസ്വസ്ഥതകളില്ല, ഇയാൾക്ക് സ്പെഷ്യൽ പെർമിഷനും ഇല്ല. പക്ഷേ ഇയാൾ പമ്പ CIയെ വിളിച്ച് വരുത്തി ഇവരെല്ലാം അറിയാതെ, ആരും അറിയാതെ, ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കിപ്പോയി ആണ് ഇതിനകത്ത് കയറിയത്. പക്ഷേ വേറെ ആരോ ഇത് മൊബൈലിൽ ക്യാമറ ഒഴിവുള്ള സ്ഥലം നോക്കിയാണ് ഇയാൾ പോയി കയറിയത്. ഇത് വേറെ ആരോ മൊബൈലിൽ പകർത്തി. പക്ഷേ ഇയാൾ യാത്ര ചെയ്തു പോകുന്ന വഴിയിലുള്ള ക്യാമറകളിലെല്ലാം ഇത് സ്വാഭാവികം പതിയല്ലോ. ഇത്രയും ദൂരം CCTV ക്യാമറ ചെയ്യുന്ന സ്ഥലമല്ലേ ശബരിമല. അപ്പോൾ ഇത് വിഷയമായി. അന്ന് ഇയാളെ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞതാണ്. അന്നും ഇയാൾക്കെതിരെ നടപടി എടുത്തില്ല. അതെടുക്കില്ലല്ലോ, വിശ്വസ്തന് വേണ്ടി എന്തും ചെയ്യുമല്ലോ. ഇയാൾക്കെതിരെ നടപടി എടുത്തില്ല. തൃശ്ശൂർ പൂരം അലമ്പിയ കേസിൽ അയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഒരുപാട് പോലീസുകാരെ ദ്രോഹിച്ചു. ഒരുപാട് പോലീസുകാരെ, അവരുടെ കുടുംബാംഗങ്ങളെയും ഇയാൾ ഇല്ലായ്മ ചെയ്തു കളഞ്ഞു. ഇവർ ചേർന്ന് കാണിക്കാത്ത ഒരു അധമ പ്രവർത്തികൾ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പാവപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീര് വീണ് ശാപം വീണ് നിൽക്കുന്നൊരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ADGPയുടെ അജിത് കുമാറിൻ്റെ ഓരോന്നായിട്ടുള്ള ഈ സ്വപ്ന സുരേഷിൻ്റെ കേസിലെ പങ്കുകൂടി ഇയാളുടെ അന്വേഷിക്കണം. ആ കേസ് ഒതുക്കാൻ വേണ്ടി ഇയാൾ ശ്രമിച്ച കേസിലെ ഇയാളുടെ പങ്കുകൂടി അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇനിയിപ്പം പിണറായി വിജയൻ അല്ല ഭരിക്കുന്നത്. കേന്ദ്രത്തെ പേടിക്കേണ്ട കാര്യമില്ല. കേന്ദ്രത്തെ പേടിച്ചിട്ടാണ് അജിത്തിനെ ഇവരിവിടെ നിലനിർത്തിക്കൊള്ളൂ. അജിത്തിന് ഈ രാജകീയ പരിവേഷവും രാജകീയ പദവികളും കൊടുത്ത് അജിത്തിന് ഇവിടെ അഴിഞ്ഞാടാൻ അവസരം ഒരുക്കി കൊടുത്തത് പിണറായി സർക്കാർ. തുടക്കം ലക്ഷണം കണ്ടിട്ട് നമ്മൾ നേരത്തെ ഭയപ്പെട്ടിരുന്നത് ഈ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എല്ലാം കോംപ്രമൈസ് ചെയ്യുമെന്നാണ്. കോംപ്രമൈസ് ചെയ്താൽ ജനങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഒന്നിന് പറയാനായിട്ട് വരികയാണ്. ഇപ്പൊ എന്ത് പറ്റിയെന്നറിയോ? രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ ഏറ്റവും
ശ്രദ്ധേയമായി ഇരിക്കുന്നത് ഇപ്പൊ ഈ നമ്മുടെ എ ഡി തോമസിന് അടി കിട്ടിയ എ ഡി തോമസ് MLA ആ ചെറുപ്പക്കാരന് അടി കിട്ടി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാളുടെ കഥയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. മറ്റ് പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം ഇവിടെ ഒരു ആൻസൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതുപോലെ കണ്ണൂരിൽ കിട്ടിയിട്ടുണ്ട്, പത്തനംതിട്ടയിൽ അടി കിട്ടിയിട്ടുണ്ട്, കണ്ണൂരിലാണ്, പത്തനംതിട്ടയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും. പിന്നെ 24 ചാനലിന്റെ ഏതോ റിപ്പോർട്ടർക്കെതിരെ അന്നൊരു കേസ് എടുത്തു. ഇവർക്ക് വിവരങ്ങൾ ചോദിച്ചു കൊടുത്ത് മുഖ്യമന്ത്രിയെ തടയാൻ ഏതാണ്ട് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അന്ന് അവരുടെ ഒരു ചാനലിന്റെ റിപ്പോർട്ട്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഇവരെ മാത്രമേ അവിടെ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആ ചാനലിന്റെ റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കാൻ പോയി. അപ്പോൾ അങ്ങനെ അരാജകത്വം കൊണ്ടും അഴിമതി ഭരണം കൊണ്ടും ഇതുപോലെ അടിച്ചൊതുക്കി, ജനത്തെ അടിച്ചൊതുക്കി ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന അജിത് കുമാറാണ്. റുമേനിയയിൽ ചൗഷസ്ക്യുവും പിന്നെ ഫിലിപ്പൈൻസിൽ ഫെർണാണ്ടോ മാർക്കോസും കുടുംബമൊക്കെ ചെയ്ത പരിപാടി തന്നെയാണ് ഇവരെല്ലാം കുടുംബസമേതം ചെയ്തത്. ഈ മൃഗീയമായ മർദ്ദനം കൊടുത്ത സന്ദേശം എന്താണ്? ഇനി ഏതവനുമില്ല ഇറങ്ങിയാൽ, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടിയ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയാൽ നിന്നെയല്ല ഞങ്ങൾ തീർത്ത് കളയും. മാതൃകാപരമായി കേന്ദ്ര സർക്കാരിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് പിരിച്ചുവിടുന്ന സർവീസ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ഇവന്മാരെ പിരിച്ചുവിടും, അതിന് യാതൊരു സംശയമില്ല. ഇപ്പം എല്ലാം ഇപ്പം ഞാൻ ഈയിടെ ശ്രദ്ധിച്ചു, ഭരണം അങ്ങോട്ട് മാറി പറയാം. NGO യൂണിയന്, പോലീസ് അസോസിയേഷൻ എല്ലാം നെട്ടോട്ടത്തിലാണ്. എന്താണെന്നറിയോ? എല്ലാവരുടെയും ഫേസ്ബുക്കിൽ പോയി കാണുന്ന എന്തോ, എല്ലാവരും ട്രിബ്യൂണലിനെ സമീപിക്കൂ, അനധികൃത സ്ഥലം മാറ്റം വരുന്നു, ട്രിബ്യൂണലിനെ സമീപിക്കും. അപ്പൊ ഞാനും ഒരെണ്ണത്തിനടി കയറി ഇങ്ങനെ ഭയക്കാതറാന്ന് പറഞ്ഞു. കാരണം ഇവര് കാണിച്ചത്രയും അനധികൃത സ്ഥലം മാറ്റവും ഇത്രയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുക, ജോലിയിൽ വയ്യാത്ത ആൾക്കാർ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ പിന്നെ നടക്കാനും ഇരിക്കാനും സാധിക്കാത്ത ആൾക്കാരുണ്ട്, രോഗം ബാധിച്ച് ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വീടിനടുത്ത് കൊടുക്കണമെന്നാണ്. ഇവരെയൊക്കെ കണ്ണൂരും കാസർഗോട്ടും ഓടിച്ചിട്ടുണ്ട് ഇവരെ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ. എന്നിട്ട് യവന്മാരിപ്പോൾ ഓടി നടക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക്. അപ്പൊ ട്രിബ്യൂണലിൽ പോവാ ഇപ്പം. പൊയ്ക്കോട്ടെ. ഏതായാലും ഈ സർക്കാർ ആർജവം കാണിക്കണം ഇക്കാര്യത്തിൽ. ഈ വി ഡി സതീശൻ സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ജനം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. പിണറായിയോട് കാണിച്ചത് തന്നെ നാളെ നിങ്ങളോട് കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, അതുപോലെ തന്നെ ഈ 10 വർഷം കഴിഞ്ഞപ്പോഴും ഈ മൂഢ സ്വർഗത്തിലായിരുന്നു ഇവരെല്ലാം. ഇവർ വിചാരിച്ചത് ഈ 10 വർഷത്തിന് ശേഷവും ഈ 5 വർഷം കൂടെ തുടർഭരണം വരും, ഞങ്ങൾ ഇവിടെ രാജാക്കന്മാരായിട്ട് വിലസും. പക്ഷെ അവസാനമാണ് അപകടം മണക്കുന്നത്. ജനത്തിന് ധാരണ വന്നുപോയി, ജനത്തിന് വിവരം വെച്ചു എന്ന് പറയില്ല, അതുപോലെ ആളങ്ങ് ഇറങ്ങി. അല്ല, ഇതിനകത്ത് ഒരു വലിയ സന്ദേശം കൂടി പറഞ്ഞിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഭാവി നോക്കി ജോലി ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ ഈ ഭരിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാർ പറയുന്ന കേട്ടുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ നെട്ടോട്ട് ഓടേണ്ടി വരുന്നത്. എത്രയോ പേര് ഇവന്മാരെ അനുസരിക്കാതെ ട്രാൻസ്ഫർ മേടിച്ച് പലയിടത്തും പോയിട്ടുണ്ട്. അവർക്കാർക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. നിങ്ങൾ എന്തിനു ഇവന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്തോ? നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങളെ ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയക്കാരും പറയുന്ന കേട്ടോണ്ട് ജനങ്ങളുടെ മേൽ കുതിര കയറാനും അവന്റെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ. രാഷ്ട്രീയക്കാർ അവസാനം കൈമലത്തിൽ കാണിക്കും. ഈ പിണറായി ശശി ഒന്നും ശിക്ഷിക്കപ്പെടില്ല. നിങ്ങളെ പണി ഇപ്പൊ ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ, പ്രശാന്ത് എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ പണി കഴിഞ്ഞില്ലേ? ജീവിതം കോഞ്ഞാട്ടയായില്ലേ? പണി പോവും, വീട്ടിൽ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതാവും. പിന്നെ ട്രിബ്യൂണലും കയറി കോടതികളും കയറി ഇറങ്ങുമ്പോൾ പ്രശ്നം വരില്ല. വിശാഖൻ പണി പോയാലേ ഈ നേതാക്കന്മാരെ മക്കളെ ഉദ്ദേശമുള്ള കമ്പനിയിൽ സെക്യൂരിറ്റിക്കാരനായിട്ട് ജോലി കൊടുക്കും. അതൊക്കെ കൊടുക്കാം. ഇപ്പൊ കണ്ടോണം, ഇവരെയൊക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞ് കൈ കഴുകി. എനിക്കറിയില്ല അവൻ ആരെന്നും പറയും അവസാനം. ശശിയും പിണറായി എല്ലാം കൈ കഴുകി പോകും. അവരവരുടെ കാര്യം നോക്കും. ADGP ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ഇപ്പൊ ശശിക്കൊന്നും സംഭവിക്കില്ല. ശശിയൊക്കെ അയാൾക്കൊക്കെ വേറെ സെറ്റപ്പുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അയാളൊക്കെ അത് നോക്കി സ്ഥലം വിടും. ഈ അടിക്കാൻ പോയി പണി പോയവന്മാർ വീട്ടിൽ ഇരുന്ന് ചൊറിയും.